പ്രൈസ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പനിമിഷം മുമ്പ് നമ്മൾ കേട്ട ആ സ്കിറ്റിലെ ഒരു തോമാച്ചൻ്റെ കഥ കേട്ടല്ലോ. അങ്ങനത്തെ ഒരു തോമാച്ചനാണ് ഞാനും. അങ്ങനത്തെ കുറേ തോമാച്ചന്മാരും അവരുടെ ഭാര്യമാരുമാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, ഒരുപക്ഷെ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾ ഒന്നു ചേർന്ന് ഒരു പാട്ട് പാടുകയാണ് അവരുടെ എല്ലാം പ്രതിനിധികളായിട്ട് നിന്നുകൊണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഞങ്ങളുടെ ഈണത്തിൽ അല്പം പെശകളൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ കൊച്ചു മക്കളോട് പറയട്ടെ, വലിയവരോട് പറയട്ടെ, വെൻ വി ഫിനിഷ് ദി സോങ് വി എക്സ്പെക്ട് എ തണ്ടറസ് ക്ലാപ്പ്. ഇപ്പോഴല്ല, ഇത് കഴിയുമ്പോൾ. ഓക്കെ. ഞങ്ങൾ പാടുന്ന പാട്ടിൻ്റെ ചില വരികളുണ്ട്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: പാരിൽ പാർക്കും മൽപ്പായുസിൽ ഭാരങ്ങൾ അധികം ഇനി വേണ്ട. ഈ ഭൂമിയിൽ വസിക്കുന്ന അല്പമായുസ് ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല ജീവിതത്തിൻ്റെ പകുതിയും അതിൻ്റെ പകുതിയും കഴിഞ്ഞവരാണ് ഇവിടെ നിൽക്കുന്ന മിക്കവരും. അവിടെ അധികമൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് ഇനി അധികമൊന്നും ഭാരങ്ങൾ വേണ്ട എന്നാണ് ഞങ്ങൾ പാടുന്നത്. അല്പായുസ്. നിങ്ങൾക്ക് എത്ര ആയുസ്സുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ട്. ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര വർഷം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്? 60 വയസ്സുകാരനോട് ചോദിക്കുകയാണെങ്കിൽ 70 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 വർഷം എത്ര ദിവസമുണ്ടെന്ന് നോക്കുക. ഇന്നലെ ഞാനത് ചിന്തിച്ച് നോക്കി, എൻ്റെ ജീവിതത്തിൽ എത്ര വയസ്സുണ്ടെന്ന് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഇനി ഒരു 2000 ദിവസങ്ങളേ എൻ്റെ ജീവിതത്തിലുള്ളൂ. 2000 ചില ദിവസങ്ങൾ. അപ്പോൾ ഇനി അധികം ഭാരങ്ങളൊന്നും വേണ്ട. ഈ ചെറിയ ആയുസ് അത് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ആരോഹണം കഴിഞ്ഞ് ഒരു സമതലം കഴിഞ്ഞ് അവരോഹണത്തിൻ്റെ പാതയിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കും വിഷമമില്ലെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ താഴേക്കുള്ള പാതയിലാണ്. അതുകൊണ്ട് അധികമില്ല ഇനി സമയങ്ങൾ. നമ്മുടെ പാട്ട് പാടാറുണ്ടല്ലോ, അധികമില്ല ഇനി യാത്ര, അധികമില്ല. ശാന്ത തുറമുഖം അടുത്തുനിന്നൊരു പാട്ട് നമ്മൾ പാടാറുണ്ട്. ഞാനിപ്പോൾ പാടാനല്ല എങ്കിലും പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് നിങ്ങളോടുണ്ട്. റെസ്പെക്ട് ദ ഓൾഡ് ഏജ്. വാർദ്ധക്യത്തെ നിങ്ങൾ ബഹുമാനിക്കുക. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഭാവി എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാവിയുണ്ട്. ആ ഭാവി യു ഹാവ് എൻ ഓൾഡ് ഏജ് എന്നുള്ളതാണ്. ഉറപ്പുള്ളൊരു ഭാവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വാർദ്ധക്യത്തെ ബഹുമാനിക്കുക. ഞങ്ങൾ അല്പകാലം കൂടി കഴിഞ്ഞാൽ വി ആർ ഓൾ ഗോയിങ് ടു ബി സ്റ്റോറീസ്. ഞങ്ങളെല്ലാം കഥാവശേഷകരാകും. ഈ കഥാവശേഷകർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ അർത്ഥം പറയാം. ഞങ്ങളെല്ലാം ചെറിയ കഥകളായി മാറും. സോ വാട്ട് എവർ യു ഡു സംതിങ് സോ ദാറ്റ് അവർ സ്റ്റോറീസ് ആൻഡ് ഇൻ എ ഗുഡ് എൻഡിങ്, നല്ലൊരു പരിസമാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളാലാവ് നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ ഒരാളും ഒരു വാർദ്ധക്യം ആഗ്രഹിക്കും, മറ്റെല്ലാം ആഗ്രഹിച്ചേക്കാം. ഇതുവരെയും ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു വാർദ്ധക്യം എനിക്ക് വേണമെന്ന്. കാരണം വാർദ്ധക്യം വേദനാജനകമാണ്. അത് ചിലപ്പോൾ ദുസ്സഹമായി തീരുന്നുവെങ്കിലും ആ തോമാച്ചൻ്റെ കഥ പറഞ്ഞ മാതിരി നഷ്ടപ്പെടാത്തൊരു വിശ്വാസം, ആർക്കും വേർപിടിക്കാൻ കഴിയാത്തൊരു വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ, എല്ലാവരുടെയും മാതാപിതാക്കളുടെ പ്രതീതികളായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നു. ഞങ്ങളുടെ മുഖത്ത് സങ്കടങ്ങളുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളെ വളർത്തിയതിൻ്റെ ഭാരങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇനി ആ ഭാരങ്ങളൊന്നുമില്ല. ശരീരത്തിൻ്റെ ഭാരങ്ങളുണ്ട്, ഇന്നവിറ്റബിളായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ശരീരത്തിൻ്റെ ഭാരങ്ങളുണ്ട്. എന്നാൽ മറ്റു ഭാരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്കൊരു തുറമുഖം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ഇനി അധികം കാലമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പാടുകയാണ്. എന്താണെന്നറിയുമോ, ഇനി ഞങ്ങൾക്ക് ശാന്ത തുറമുഖമുണ്ട്. അവിടെ പാട്ടിൽ ഒരു വരി ഇങ്ങനെയുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ തിരുത്തലല്ല, ഒരു അർത്ഥവ്യത്യാസത്തോടുകൂടി പാടണം. ഞാനൻ പാദങ്ങൾ വെച്ചിടും എന്ന് നമ്മൾ പാടുന്നു. ഇപ്പോഴേ വെച്ചവരാണ്. ഒരു ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. ഇന്ന് ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഉറപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുകൊണ്ട് ഏത് നിമിഷവും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. എപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ മെഴുകുതിരി വെളിച്ചം അണഞ്ഞു പോയാലും ഞങ്ങൾ ഉണരുന്നത് അണയാത്ത സൂര്യനായ കർത്താവിൻ്റെ വെളിച്ചത്തിലേക്കായിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്കൊരു പ്രേരണയാകട്ടെ എന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങൾ ഈ പാട്ട് പാടുകയാണ്. പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാട്ടിൻ്റെ ഞങ്ങൾ അത്ര ട്രെയിനിങ്ങോ നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളായതുകൊണ്ട്
ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾ വലിയൊരു കയ്യടിയോടെ ഞങ്ങളുടെ പാട്ടിനെ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ പാടാൻ ശ്രമിക്കുകയാണ്.
പ്രിയരെ, നാം കേട്ടതുപോലെ ഈ പാഴ്മരുഭൂമി നമുക്ക് ആശ്വാസം തരുന്നതല്ല. ദുഃഖവും വേദനയും നെടുനീർപ്പും കണ്ണുനീരും ഉള്ളൊരു ജീവിതത്തിൽ ആശ്വാസം തരാത്ത ഈ ലോകത്തിൽ സർവശക്തൻ നമുക്ക് ആശ്വാസം തരും. മധുരമാക്കുന്നവൻ, മാറയെ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം മറുവരയിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ മറുകരയിൽ നമ്മളെത്തുവോളം നമ്മെ അവിടെ ചേർപ്പാൻ നമ്മൾ വിശ്വസ്തയോടെ നമ്മുടെ മരുപ്രയാണം കഴിക്കുന്നുവെങ്കിൽ ആ തീരത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം അവസരമൊരുക്കും. ആ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.